കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ ഈ ആദർശത്തിലായിരുന്നില്ല. സലഫി എന്ന് ബ്രാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെ ദീൻ അറിഞ്ഞപ്പോൾ ഓരോ മാറ്റങ്ങൾ വന്നതാണ്. അപ്പോൾ തുടങ്ങി ജീവിതത്തിൽ ഇക്കയുടെ ഉമ്മയിൽ നിന്നും അതുപോലെ തന്നെ സഹോദരിയിൽ നിന്നും പ്രശ്നങ്ങൾ. ഞാൻ ഫുൾ സ്ലീവ് ധരിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെതിരെ കുറ്റമായി. മേക്കപ്പ് ഒഴിവാക്കിയപ്പോൾ അതിനെതിരെ കുറ്റമായി. പിന്നീട് ഒന്നുകൂടി കാര്യങ്ങൾക്ക് മനസ്സിലാക്കി എൻ്റെ ലൈഫിൽ ഞാൻ പർദ്ദയാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവർ പരിഹസിക്കാൻ തുടങ്ങി. ഇക്കയുടെ ലൈഫിൽ താടി അതുപോലെ തന്നെ പാൻസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. പക്ഷേ അവരൊക്കെ ഇങ്ങനെ കളിയാക്കുമ്പോഴും ഒന്നും ഞങ്ങൾ തിരിച്ചു പറയാറില്ല. അപ്പം ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എന്താ പറയുക, ഇക്കയുടെ പെങ്ങൾ കല്യാണം കഴിഞ്ഞു, എപ്പോഴും വീട്ടിൽ തന്നെയാണുള്ളത്. 2 കുട്ടികളുണ്ട്, 2ാമത്തെ കല്യാണമാണ്. അവർ പലപ്പോഴും പല പ്രശ്നങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വെക്കുന്നു. വാപ്പ ഉണ്ടായിരുന്നപ്പോൾ വാപ്പയായിരുന്നു, ഇക്കയുടെ വാപ്പ ഉണ്ടായിരുന്ന വാപ്പയായിരുന്നു എന്താ പറയുക സമാധാനം നൽകിയിരുന്ന. 1 വർഷം മുമ്പ് അവർ മരിച്ചു. ഇപ്പോൾ ഉമ്മാക്ക് ഓരോ കാര്യങ്ങൾ ഈ പെങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടാകുന്നു എന്നാണ് ഈ സഹോദരി പറയുന്നത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട് അവരായിട്ട് എന്തെങ്കിലും നല്ല നിലക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അത് കുടുംബം തകർക്കലാവില്ലേ? അതായത് ഇപ്പോൾ ഈ ഉമ്മയും പെങ്ങന്മാരും ഇവരെ നിരന്തരമായി എന്തിയിരിക്കുന്നു, ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതെന്താ പലപ്പോഴും ഈ വളരെ വിഷമിപ്പിക്കുന്ന വാക്കുകളും പ്രയോഗങ്ങളാണ് ഇവരെയൊക്കെ ഭാഗത്ത് ഉണ്ടാവും. അതൊക്കെ അസഹനീയമായിരിക്കും. ഇനിയിപ്പോൾ ഇവരൊന്ന് വേറിട്ട് താമസിക്കാന്ന് വിചാരിച്ചാൽ പോലും എന്ത് ചെയ്യില്ല, അവർക്കൊരു സമാധാനവും സ്വസ്ഥതയും എന്ത് ചെയ്യില്ല, ലഭിക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഇവരിപ്പോൾ ഇതൊക്കെ നമ്മളോട് പറയണതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ പേരിൽ എന്താണ് പെങ്ങന്മാരോടും ഉമ്മാനോടും ഒക്കെ ഒരു അകലം പാലിച്ച് ജീവിക്കുമ്പോൾ വല്ലാത്തൊരു മനോവേദന, ഒരു ബന്ധം വിച്ഛേദിച്ച പോലെ, ഒരു കുടുംബ ബന്ധം വിട്ട പോലെ ഒക്കെ തോന്നുന്നു. ചോദ്യം പൂർണ്ണമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീൽ ആവുന്നത് അത്രയും വിഷമുണ്ട്. പ്രത്യേകിച്ച് അവർ പറഞ്ഞ ഒരു ദീനി സാഹചര്യം ഉൾക്കൊള്ളുന്നതിന്റെ പേരിലാണ് ഒരു വസ്ത്രധാരണം, ഇസ്ലാമിക വസ്ത്രധാരണം അങ്ങനെയുള്ള. അപ്പോൾ അതിൽ ഇവർക്ക് സമാധാനിക്കാൻ കുറേ വശങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എന്താണ്, അവർ ദീനിയായ ഒരു നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിലാണ് ഈ പീഡനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ. അപ്പോൾ നമുക്ക് വളരെ സമാധാനിക്കാമല്ലോ. കാരണം എന്ത് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചാലും ദീനിന് വേണ്ടിയിട്ടാവുമ്പോൾ നമുക്കതിന് ഭയങ്കര പ്രതിഫലം കിട്ടൂലേ. അപ്പോൾ ചെറിയ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഇവിടെ ഉണ്ടെങ്കിലും വളരെ വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് എന്ന നിലയ്ക്ക് ഇവർക്ക് സമാധാനിക്കാം. അപ്പോൾ ഈ സഹിച്ചതൊന്നും എന്താവില്ല, വെറുതെ ആവില്ല. പിന്നെ നമ്മൾ അവരോട് പ്രതികരിക്കുന്ന സമയത്ത് നമ്മുടെ വാക്കിലോ സംഗതികളിലോ ഒക്കെ എന്തെങ്കിലും പദപ്രയോഗങ്ങളോ പ്രശ്നങ്ങളോ അവർക്കെടുത്ത് ഉദ്ധരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ദ്രോഹകരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ തെറ്റുകാരാവും. നേരെ മറിച്ച് അവരെന്ത് ചെയ്താലും അവരങ്ങനെ ചെയ്യുള്ളൂ എന്ന് പ്രതീക്ഷിക്കണം. ഈ സഹോദരിയോട് തന്നെ നമ്മളും ചോദിച്ചു നോക്കുകയാണ്, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നല്ല വല്ല അനുഭവങ്ങളും അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ലയെന്നായിരിക്കും പറയാം. അങ്ങനെയാണെങ്കിൽ അവരിൽ നിന്ന് ഇത്തരം അനുഭവങ്ങളെ ഉണ്ടാവൂ എന്ന് മനസ്സിനെ അങ്ങോട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വരേണ്ടതൊക്കെ തന്നെയല്ലേ. പിന്നെ അതിനെപ്പറ്റി വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. അപ്പം അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട പ്രശ്നമില്ല. അവരവരുടെ സ്വഭാവം അനുസരിച്ച് പെരുമാറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. പിന്നെ ഭർത്താവിനെ കഴിയുന്നതും എന്ത് ചെയ്യാം, അവരിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കാതിരിക്കാം. ഇനി ഉമ്മയൊക്കെ എന്ത് ചെയ്താലും ഉമ്മയല്ലേ, ആ നിലക്കുള്ള ബന്ധങ്ങൾ തുടരാൻ ഉമ്മനോട് പറയാ. നമ്മളിപ്പോൾ അവരെന്ത് പറയണു എന്നുള്ളതൊന്നും നമ്മൾ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ഇനി അവർക്ക് നമ്മൾ ബന്ധപ്പെടണം വിളിക്കണമെന്ന് ഇഷ്ടമല്ലെങ്കിൽ ഓരോ ബുദ്ധിമുട്ടിക്കാൻ പോവും വേണ്ട. നമ്മൾ നമ്മുടെ നിലപാടുകളേറ്റ് മുന്നോട്ട് പോയാൽ മതി. ഇതൊരു ആദർശത്തിന് വേണ്ടിയാണ് എന്നുള്ള വിചാരത്തിൽ നമുക്ക് സമാധാനിക്കാൻ പറ്റും. നമ്മൾ അങ്ങോട്ടേക്കൊന്നും ചെയ്യുന്നില്ല എന്ന സമാധാനം അവർക്കുണ്ടാവും. ഇങ്ങോട്ട് ചെയ്യുന്നതിനൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടുമെന്ന് വിശ്വസിക്കാം. ഭർത്താവ് പരമാവധി വീട്ടുകാരോട് സഹകരിച്ച് പോകാൻ വേണ്ടി ശ്രമിക്കും.